കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. തൃക്കളത്തൂർ ശ്രീരാമസ്വാമി ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ സമാരംഭം ശനിയാഴ്ച. മുൻ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. മധ്യകേരളത്തിലെ അതിപുരാതന ശ്രീരാമസ്വാമി ക്ഷേത്രമായ തൃക്കളത്തൂർ ശ്രീരാമസ്വാമി ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ സമാരംഭം ശനിയാഴ്ച. ക്ഷേത്രത്തിൽ രാവിലെ 10 നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മുൻ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള നിർവഹിക്കും. ക്ഷേത്ര പുനർനിർമ്മാണത്തിന്റെ ധനസമാഹരണത്തിനുള്ള കൂപ്പൺ വിതരണവും ഉദ്ഘാടന ചടങ്ങിൽ നടത്തപ്പെടുമെന്ന് ക്ഷേത്രം രക്ഷാധികാരി ബ്രഹ്മശ്രീ അത്രശ്ശേരി AR രാമൻ നമ്പൂതിരി, ക്ഷേത്രം സേവാസമിതി പ്രസിഡന്റ് നീലകണ്ഠ വാര്യർ, ക്ഷേത്ര സേവാസമിതി സെക്രട്ടറി N വാസുദേവൻ നായർ, ജോയിന്റ് സെക്രട്ടറി വസന്തരാജ്, ശ്രീകോവിൽ പുനരുദ്ധാരണ സമിതി ചെയർമാൻ PS ഹരിദാസ്, ജനറൽ കൺവീനർ G ശ്രീകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നമ്മളുടെ ക്ഷേത്രത്തിൽ, തൃക്കളത്തൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ 2018 നടന്ന രാമായണ സത്രത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയും അദ്ദേഹം അവിടെ വരികയും ചെയ്യുകയും അവിടെ കണ്ട ഞങ്ങൾക്ക് കാണിക്കാൻ സാധിച്ചിട്ടുള്ള ചില പഴയ കാലത്തെ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട അവിടെ അവശേഷങ്ങൾ കിടക്കുന്നത് കാണിച്ചതിൽ നിന്നും അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഏറ്റവും ചുരുങ്ങിയത് 1000 വർഷത്തെ പഴക്കമാണ് എന്നുള്ളതാണ്. അപ്പൊ ആ ക്ഷേത്രത്തിന്റെ അത്രയും വലിയ പാരമ്പര്യത്തിന് ഉടമകളായിട്ടുള്ള ഞങ്ങളെ സംബന്ധിച്ചോളം ഇത് 4 ആൾ കൂടുതൽ അറിയണം എന്നുള്ളത് തന്നെയാണ് ആവശ്യം. ആ ക്ഷേത്രത്തിന്റെ ചൈതന്യം വർദ്ധിപ്പിക്കണം. അതോടൊപ്പം തന്നെ അതിന്റെ പ്രൗഢിയെ പോയ ഒരു ചെറിയ ഒരു പ്രൗഢി വീണ്ടെടുക്കണം എന്നുള്ളതാണ് ആഗ്രഹം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മൾ ശ്രീകോവിലാണ് ഏത് ക്ഷേത്രത്തിന്റെയും പ്രധാനപ്പെട്ട ഗർഭഗൃഹം എന്നാണ് പറയുക. അത് ഏത് സങ്കല്പത്തിലാണോ അവിടെ ദേവനോ ദേവതയോ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അവരുടെ ഇരിപ്പിടത്തിന് പറയുന്ന പേരാണ് ഈ പറയുന്ന ശ്രീകോവിൽ. ആ ശ്രീകോവിൽ ആണ് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള ആ ഒരു പ്രധാനപ്പെട്ട ആകർഷണമായ ഭാഗം ക്ഷേത്രത്തിന്റെ. ഞങ്ങളുടെ ക്ഷേത്രത്തെ സംബന്ധിച്ചോളം അതിന്റെ ഇപ്പോഴുള്ള ശ്രീകോവിലിന് ചെറിയ നിർമ്മാണത്തിന്റെ കുഴപ്പം കൊണ്ടാവാം, അല്ലെങ്കിൽ കാഴപ്പഴക്കം കൊണ്ടാവാം, അത് പൊളിച്ച് കളയേണ്ട ഒരു സാഹചര്യം സംജാതമായിട്ടുണ്ട്. ഇപ്പം ഞങ്ങളിപ്പോൾ അത് പൊളിച്ച് കളഞ്ഞ് പുതിയതായിട്ട് പണിയാൻ പോവുകയാണ്. പക്ഷേ പഴയുന്നത് പഴയ സാംസ്കാരിക തനിമയും കേരളീയ വാസ്തുശില്പവും ഒക്കെ സമന്വയിപ്പിക്കുന്ന രീതിയിലുള്ള പുതിയ രീതിയിലേക്കുള്ള ഒരു തികച്ചും മരം ആണ് അതിൻ്റെ അടിസ്ഥാനമായി ഉപയോഗിക്കുന്ന വസ്തുത. എല്ലാവരും കണ്ടിട്ടുള്ള ക്ഷേത്രങ്ങളുടെ മാതൃക തന്നെ ആ ക്ഷേത്രത്തിൽ നമ്മൾ ആഞ്ഞിലിത്തടി ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിക്കുന്ന ശ്രീകോവിലും പ്രത്യേകത സാധാരണ ചതുരത്തിലുള്ള ശ്രീകോവിലുകളാണ് കൂടുതലുള്ളത്. പക്ഷേ ഇത് വട്ടത്തിലാണ്. അപ്പോൾ അതിന് ഏകദേശം ഒരു 3000 ക്യൂബിക് തന്നെ തടി ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനത്തിലാണ് പോകുന്നത്. ആ നിർമ്മാണം പൂർത്തിയായ ശേഷം അതിൻ്റെ മുകളിൽ ചെമ്പോല പൊതിഞ്ഞുകൊണ്ടുള്ള പൂർത്തീകരിച്ച ശേഷം താഴെക്കിട പ്രതിഷ്ഠയും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്തും. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ നല്ലൊരു തുക ചിലവഴിക്കുന്നൊരു സംരംഭമാണ്. അപ്പോൾ സാധാരണഗതിയിലൊരു പുനരുദ്ധാരണ കർമ്മങ്ങൾക്ക് എല്ലാവരും ഉദ്ദേശിക്കുന്നൊരു ലക്ഷങ്ങളുടെ തുകയുടെ കണക്കുകളെ പറയാറുള്ളൂ. നമുക്ക് 3 കോടിയോളം രൂപ വരെ പ്രതീക്ഷിക്കുന്ന ഒരു വലിയൊരു പ്രക്രിയ നമ്മൾ പ്രവാഞ്ചിട്ടുണ്ട്. നമുക്ക് ക്ഷേത്ര പുനരുദ്ധാരണം നടക്കുന്നതിൻ്റെ പ്രക്രിയയ്ക്ക് നമുക്കൊരു തുടക്കം കുറിക്കുകയാണ്. നമുക്ക് ഈ വരുന്ന ശനിയാഴ്ച നമ്മളതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കിടെ സമാരംഭം കുറിക്കുന്ന ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം നടത്തുകയാണ്. അപ്പോൾ ആ നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്ന 2 വ്യക്തികളുണ്ട്. ഒന്ന് ബഹുമാനപ്പെട്ട മുൻ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള അവരാണ്. അദ്ദേഹം അതിനായിട്ട് എത്തിച്ചേരുന്നുണ്ട്. അദ്ദേഹം ഒരു മുഖവരില്ലാതെ തന്നെ പരിചയമുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഒരു ഒറേറ്ററാണ്. അതൊക്കെ അദ്ദേഹത്തിനെ പരിചയമുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മീയ പ്രഭാഷണം കൂടി അന്നോടെ ഉണ്ടാകും. കൂടാതെ കാഞ്ചീപുരം ചന്ദ്രശേഖരേന്ദ്ര വിശ്വവിദ്യാലയം എന്ന് പറയുന്നത് കാഞ്ചീപുരം മഠത്തിൻ്റെ കീഴിലുള്ള അറിയപ്പെടുന്ന ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയാണ്. അവിടെ സംസ്കൃത പഠനത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കുമാണ് ഇമ്പോർട്ടൻ്റെങ്കിലും എല്ലാ തരത്തിലുള്ള കോഴ്സിലും പഠിക്കുന്ന ഒരു വിദ്യാലയത്തിൻ്റെ വൈസ് ചാൻസലറായിരുന്നു ഡോക്ടർ VS കൃഷ്ണൻകുട്ടി. ഭാഗ്യവശാൽ അദ്ദേഹം തൃക്കളത്തൂർക്കാരനായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഏറെ സന്തോഷത്തോടെ അദ്ദേഹത്തെയും ഈ പുനരുദ്ധാരണ കർമ്മത്തിൻ്റെ രക്ഷാധികാരി അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ഏറ്റിട്ടുണ്ട്. ഈ 2 പേരും അന്ന് ഈ സമ്മേളനം അല്ലെങ്കിൽ ഉദ്ഘാടന കർമ്മത്തിലേക്ക് വരുന്നുണ്ട്. കൂടാതെ സമീപ പ്രദേശങ്ങളിലും അല്ലാത്തുള്ള എല്ലാ ക്ഷേത്രങ്ങളിലെയും എല്ലാ വിശ്വാസികളെയും അല്ലാത്തവരെയൊക്കെ നമ്മൾ ക്ഷേത്രത്തിൽ ക്ഷണിച്ചിട്ടുണ്ട്. പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട്. നിങ്ങളോടൊക്കെ ക്ഷണിക്കുന്ന പോലെ തന്നെ. ക്ഷേത്രം സേവാസമിതി പ്രസിഡന്റ് നീലകണ്ഠ വാര്യർ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ചന്ദ്രശേഖരാനന്ദ സരസ്വതി വിശ്വവിദ്യാലയത്തിന്റെ മുൻ വൈസ് ചാൻസലർ വിഷ്ണു പോറ്റി, വിവിധ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്.
കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ്. എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാന്തരം വിലയിൽ സ്വർണം വിൽക്കാം. അത് നേരാ. അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തതയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം. വിൽക്കുന്ന സ്വർണത്തിന് കൂടിയ വില കിട്ടും. എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916.